blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ജയകുമാരി, ദിവ്യ, ദീപ, 2 മക്കളുടെയും ആരോഗ്യത്തിന് വേണ്ടിയും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനും വേണ്ടി. പുഷ്പലത, സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാൻ, കുടുംബത്തിൽ വലിയ ഐക്യതയുണ്ടാകാൻ. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷറായ ഒരു സഹോദരി, മകളുടെ വിവാഹം നടക്കാനും സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും. പത്തനംതിട്ടയിൽ നിന്ന് വെൽവിഷറായ ഒരു സഹോദരൻ, മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും. ബാംഗ്ലൂരിൽ നിന്നും ഒരു സഹോദരൻ, കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ ചൊരിയാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും വേണ്ടി. അതുപോലെ ചിന്നു വിനോദ്, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാനും കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനും. ലീല യോഹന്നാൻ, പെൻഡിങ്ങിലായിരിക്കുന്ന പെൻഷൻ ലഭിക്കാനും എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറാനും. പി ജെ അലക്സാണ്ടർ, ആരോഗ്യത്തിന് വേണ്ടി, സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യത്തിന് വേണ്ടി. സത്യപാലൻ ആൻഡ് ഫാമിലി, അമ്മയുടെ ആ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കാനും കടബാധ്യതകൾ മാറാനും വേണ്ടി. അതുപോലെ മലയാറ്റൂരിൽ നിന്നുള്ള ഒരു സഹോദരി, ഭർത്താവിന് നല്ല ഒരു ജോലി ഖത്തറിൽ ലഭിക്കാൻ വേണ്ടി. ഇത്രയും പേർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനെ കർത്താവെ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ലോകം എമ്പാടും ഒരു മനസ്സോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ തന്നെ അവർക്കുള്ള അനുഗ്രഹങ്ങൾ കർത്താവെ അങ്ങ് അയച്ച് കർത്താവെ അതൊരു വലിയ സാക്ഷ്യമാക്കി മാറ്റണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾക്ക് മാത്രമല്ല, അവർ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾക്ക് പോലും കർത്താവെ, ചോദിക്കാത്തതിന് പോലും അങ്ങ് മറുപടി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ കരങ്ങൾ നീട്ടിയതിനാൽ നന്ദി. എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി നൽകിയതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ, ഏപ്രിൽ 17, വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി, ഏപ്രിൽ 18, ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. ബ്രദർ, സിസ്റ്ററുടെ പേര് ഷൈനി എന്നാണ്. കഴിഞ്ഞ 2014 ഫെബ്രുവരി മാസം തൃശ്ശൂരിൽ നമ്മുടെ കാസിനോ ഹോട്ടലിൽ വെച്ച് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അന്ന് താൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. താൻ അന്ന് വന്നത് ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാനുള്ള ഒരു പണം കൂടിയാണ് കൊണ്ടുവന്നത്. അന്ന് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പണം കൊടുത്തപ്പോൾ അന്ന് പ്രാർത്ഥനാ വിഷയമായി എഴുതി വെച്ചത് തൻ്റെ സഹോദരൻ്റെ പേര് റീഗൺ എന്നാണ്. സഹോദരൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. നാളുകളായി വിവാഹ ആലോചന പലത് വരുന്നുവെങ്കിലും ഒന്നും തന്നെ ശരിയാകുന്നില്ല. ഈ വരുന്ന നാടുകളിൽ താൻ നാട്ടിലോട്ട് വരുന്നുണ്ട്. ആ വരുമ്പോൾ തന്നെ ഒരു വിവാഹം ശരിയാകാൻ വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം കൂടിയാണ് അന്ന് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ താൻ എഴുതി കൊടുത്തത്. മറ്റൊന്ന് ഏപ്രിൽ 16-ാം തീയതി, അന്ന് റീഗൻ്റെ ജന്മദിനം കൂടിയാണ്. ഏപ്രിൽ 16-ാം തീയതി ആ ഡേറ്റിലാണ് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് താൻ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അന്ന് തന്നെ അത് ടെലികാസ്റ്റ് ചെയ്തു. അന്ന് ബ്രദർ റീഗന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. കുന്നംകുളത്തു നിന്നുള്ള റീഗൻ സി തമ്പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇന്ന് തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ റീഗനെ അനുഗ്രഹിക്കുന്നു. തനിക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്:
ഗൾഫിൽ നിന്ന് താൻ ഏപ്രിൽ 20-ാം തീയതി 16-ാം തീയതി എപ്പിസോഡ് ടെലികാസ്റ്റ് നടന്നു. 20-ാം തീയതി താൻ നാട്ടിൽ വന്നു. അതിനുശേഷം ഒരു അത്ഭുതങ്ങളായിരുന്നു നടന്നത്. 23-ാം തീയതി താൻ ഒരു പെൺകുട്ടിയെ പോയി കണ്ടു. അത്ര നാളും ഒരു കാരണവശാലും ഇഷ്ടപ്പെടാതെ യോജിക്കാതെ നിന്ന രീതിയിലുണ്ടായിരുന്ന വിവാഹമൊക്കെ മാറി, ആ അവസ്ഥകൾ മാറി. ആ പെൺകുട്ടിയെ തന്നെ താൻ ഇഷ്ടപ്പെട്ടു. മെയ് മാസത്തിൽ തൻ്റെ വിവാഹം നടന്നു. ഇന്ന് സന്തോഷത്തോടു കൂടി താൻ ആയിരിക്കുന്നു എന്ന ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ട് താൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കൈകളടിച്ച് ആ ഒരു അനുഗ്രഹത്തിനായി എല്ലാവരും യേശുവിന് നന്ദി പറയാം. ആ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സമയത്ത് കർത്താവ് ചെയ്ത ഒരു അത്ഭുതമാണ്. തിരിച്ച് ബ്രദർ തിരിച്ചു പോയോ? പോയി. പെൺകുട്ടി ഇവിടെയാണോ? അങ്ങോട്ട് പോയി. പെൺകുട്ടിയും പോയി. രണ്ടുപേരും ഗൾഫിലേക്ക് പോയി. അപ്പോൾ യേശു കർത്താവിന് വേണ്ടി അവർ വിശ്വാസത്താൽ ഒരു ബ്ലെസ്സിങ് ടുഡേ സ്പോൺസർ ചെയ്ത സമയത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരുന്ന ആ വിവാഹം കർത്താവ് നടത്തിക്കൊടുത്തു. കൈകൾ ഉയർത്തി യേശുവിന് നമുക്ക് നന്ദി പറയാം. കർത്താവെ, ഈ മോളോട് ചേർന്ന് അങ്ങ് ചെയ്ത ഈ അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ എത്ര ആലോചിച്ചിട്ട് വിവാഹം നടക്കാതെ പല ഭവനങ്ങളിലുമുള്ളവർ ഇവിടെയുണ്ട്, ഈ സാക്ഷ്യം കാണുന്നുണ്ട്. അവർക്ക് കൂടെ കർത്താവിൽ നിന്നും ഒരു വലിയ വിടുതലും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അത് കൂടാതെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിഷയങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നവർ, അവർക്കെല്ലാം വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ചേർന്ന് പാടും. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ കൈകളെല്ലാം ഉയർത്തിക്കൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. കരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് പാടാമോ? നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ, നന്ദി നിറഞ്ഞ സ്വരത്തോടെ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ശബ്ദമുയർത്തി കരങ്ങൾ വീശി ശക്തിയോടെ ഇന്ന് നന്ദി ചൊല്ലുന്നു. യേശു യേശു യേശുവാരിലും വലിയവൻ. ചേർന്ന് പാടാം. യേശു യേശു യേശുവാരിലും മതിയായവൻ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 9-10 വചനങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ആദ്യം വായിക്കാൻ പോകുന്നത്. ജീസസ് said to him, "Today salvation has come to this house, because this man too is a son of Abraham. For the Son of Man came to seek and to save the lost." എൻ്റെ മലയാളം കൂടെ നമുക്ക് കേൾക്കാം. യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. 10-ാമത്തെ വചനം.
കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ അഥവാ യേശു വന്നത്. സംഭവം ശരിയായ രീതിയിൽ മനസ്സിലാകണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ അതേ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിച്ചു നോക്കണം. That is a special episode, a special incident that happened in the ministry of Jesus. യേശു സഞ്ചരിച്ച് പല ഭവനങ്ങളിൽ കയറി പ്രാർത്ഥിച്ച് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നടത്തി രോഗികളെ സൗഖ്യമാക്കി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത് ദൈവരാജ്യം ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയ 3.5 വർഷത്തിൽ ഒരു ദിവസം, എല്ലാവരും പറയാമോ ഒരു ദിവസം? കൈ ഉയർത്തിക്കൊണ്ട് പറയാം ഒരു ദിവസം. ഒന്നുകൂടെ. അങ്ങനെ പറയാൻ കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് യേശു വരുന്ന അത്ഭുതം നടക്കുന്ന ഒരു ദിവസം ഉണ്ട്. എത്ര പേർക്കുള്ളിൽ പ്രത്യാശയുണ്ട്? ഒന്നുകൂടി പറയാം ഒരു ദിവസം. ഉറക്കെ പറയാം ഒരു ദിവസം. യേശു ഒരു വീട്ടിൽ ചെന്നു. ഏത് വീട്ടിലാണ് ചെന്നത്? സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് ചെന്നത്. ഒരുപക്ഷെ സൺഡേ സ്കൂളുകളിലും അല്ലാതെയൊക്കെ ഈ കഥ കേട്ട് കാണും. ഒരു മനുഷ്യന് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായി. യേശു ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരാൾക്കൊരാഗ്രഹം, യേശുവിനെ കാണണം. പറഞ്ഞേ, യേശുവിനെ കാണണം. ഒരാഗ്രഹമാണ് അകത്ത്, യേശുവിനെ കാണണം. പക്ഷേ ഈ വ്യക്തി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ഹി വാസ് ദ ചീഫ് ടാക്സ് കളക്ടർ. ചുങ്കം പിരിക്കുന്ന, ടോൾ പിരിക്കുന്ന, ടാക്സ് പിരിക്കുന്ന, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന, റോഡ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഉള്ളിലൊരാഗ്രഹം യേശുവിനെ കാണണം. പക്ഷേ ഈ വ്യക്തിക്ക് രോഗങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, അദ്ദേഹത്തിന് രോഗമൊന്നുമില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ രോഗമൊന്നുമില്ല. മാത്രമല്ല ആ ഭാഗത്ത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഹി വാസ് എ വെൽത്തി മാൻ. ധനികനായിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കടഭാരം മാറാനോ ജപ്തി മാറാനോ അല്ല. സോ അപ്പാരൻ്റ്ലി ഹി ഹാഡ് നോ പ്രോബ്ലംസ് ഇൻ ലൈഫ്. ജീവിതത്തിലൊരു വലിയ പ്രശ്നം വന്നതുകൊണ്ടല്ല അദ്ദേഹത്തിന് യേശുവിനെ കാണാൻ ആഗ്രഹം തോന്നിയത്. ഇന്ന് നമ്മൾ മൊത്തം നോക്കിയാൽ ഒത്തിരി പേരും പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ്. നല്ല കാലത്ത് ആരും ഇങ്ങനെയൊന്നും പോകാൻ ഇഷ്ടപ്പെടാറില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് അടിച്ച് പൊളിച്ച് ജീവിക്കണം. പക്ഷേ പ്രശ്നം വരുമ്പോൾ നമ്മൾ അഭിമാനവും ദുരഭിമാനവും എല്ലാം മാറ്റിവെച്ച് നമ്മൾ പ്രാർത്ഥനകളിലെല്ലാം പോവും, യേശുവിനെ വിളിക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. വേറെ വഴിയില്ലെന്ന് കാണുമ്പോൾ നമ്മളോട്. ഈ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. ഹി വാസ് വെൽത്തി ആൻഡ് ഹി ഹാഡ് നോ സിക്നെസ്, ഹി ഹാഡ് നോ ഫാമിലി പ്രോബ്ലം. ഒരു പ്രശ്നമുള്ളതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, രോഗം വരുന്നത് കൊണ്ടല്ല, പ്രശ്നം വരുന്നത് കൊണ്ടല്ല, സാമ്പത്തിക പ്രശ്നം വരുന്നതുകൊണ്ട്, കുടുംബ പ്രശ്നത്തിനുമല്ല, കല്യാണം നടക്കാനുമല്ല, അല്ലാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ട്. എന്താണ് ആ ആവശ്യം? ഒരു രക്ഷകൻ്റെ ആവശ്യം. വലതുകരം ഉയർത്തി എല്ലാവരും പറയാമോ? എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും രക്ഷകൻ്റെ ആവശ്യമുണ്ട്. കൈകൾ വീശി ഹല്ലേലൂയ പറയാമോ? ഉച്ചത്തിൽ പറയാമോ? ഇതിങ്ങനെ പറയാൻ കാരണം ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രാർത്ഥനയ്ക്ക് പോകുന്നതും യേശുവിനെ വിളിക്കുന്നതും ബൈബിൾ വായിക്കുന്നതുമൊക്കെ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണെന്നൊരു ചിന്തയുണ്ട്. അങ്ങനെയല്ല. ഈ വ്യക്തിക്ക് വേറൊരു കുഴപ്പമാണ്. ആകെ ഉണ്ടായിരുന്നൊരു കുഴപ്പം, പുള്ളിക്ക് പൊക്കം കുറവായിരുന്നു. പൊക്കം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഹി വാസ് എ ഷോർട്ട് മാൻ. ഈ മനുഷ്യൻ ചെയ്തത്, വലിയൊരു ജനക്കൂട്ടം യേശുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ തിക്കി റോഡിലൂടെ പോകുമ്പോൾ ഈ മനുഷ്യനൊരാഗ്രഹമുണ്ടായി യേശുവിനെ കാണണം. പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്, ഈ മനുഷ്യന് പൊക്കം കുറവായതുകൊണ്ടും കാണാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം അവിടെ ചെയ്തു. ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ അദ്ദേഹം ഓടി. ഓർക്കണം, പണക്കാരനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല.
ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്, വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ലജ്ജയില്ലാതെ, അപമാനമില്ലാതെ, അരിസ്റ്റോക്രസി നോക്കാതെ, അഭിജാത്യം നോക്കാതെ, ഫോർമാലിറ്റിയോ ഡീസൻസിയോ നോക്കാതെ ജനക്കൂട്ടത്തിന് മുമ്പിൽ ആൾ ഓടിയ ശേഷം അദ്ദേഹം ചെയ്തത് ഒരു കാട്ട് അത്തിമരത്തിൻ്റെ മുകളിൽ, വലിയൊരു വൃക്ഷമാണ്, അതിൻ്റെ മുകളിൽ കയറി അദ്ദേഹം ഇരുന്നു. നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഉടുത്തൊരുങ്ങി ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് പോവുകയാണ്, ജനക്കൂട്ടം വന്നു, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ ആണെങ്കിൽ അവിടെ എങ്ങനെ സീറ്റൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ കാർ എടുത്ത് വീട്ടിൽ പോകും. പക്ഷെ ചില ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഹോൾ നിറഞ്ഞ് പുറത്ത് റോഡിൽ, വഴിയോരത്ത്, പാടത്ത്, മറ്റ് വീടുകളുടെ തിണ്ണയിൽ, കിണറിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റെപ്പിന്മേൽ. കാരണം ഉള്ളിലൊരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ, യേശുവിനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഹലോ, യേശുവിനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഒത്തിരി KKPP ബിലീവേഴ്സ് ഉണ്ട്, വിശ്വാസികളുണ്ട്. KKPP വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സക്കായി അങ്ങനെയുള്ള വ്യക്തിയല്ല. അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട്, ഞാൻ ഏതായാലും ഇറങ്ങി, യേശുവിനെ കാണാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന പ്രശ്നം ഇല്ല. ഹല്ലേലൂയ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞു അല്ല നമ്മൾ വരേണ്ടത്. ഇന്ന് ഞാൻ ലോട്ടസ് പാലസിൽ പോയിട്ടുണ്ടെങ്കിൽ യേശുവിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായും കർത്താവ് സ്പർശിച്ചിരിക്കും. ഹല്ലേലൂയ. സക്കായി നടന്നു, അഭിമാനം ഒന്നും നോക്കാതെ മരത്തിൻ്റെ മുകളിലേക്ക് കുരങ്ങനെ പോലെ താൻ പിടിച്ചു കയറി, എൻ്റെ മുകളിൽ കയറിയിരുന്നു. നിങ്ങൾക്ക് ആ കഥ അറിയാം. യേശു ആ വഴി വന്നു, വലിയൊരു ജനക്കൂട്ടം വന്നു. പക്ഷേ യേശു ചെയ്തത്, ആ വൃക്ഷത്തിൻ്റെ താഴെ എത്തിയപ്പോൾ യേശു സഡൻ ബ്രേക്കിട്ട് അവിടെ നിന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, എൻ്റെ അക്കോമഡേഷൻ നിൻ്റെ വീട്ടിലായിരിക്കും. എൻ്റെ അർത്ഥം, യേശു എല്ലാവരുടെ ഹൃദയം അറിയുന്നു. ശരിക്കും പറഞ്ഞാൽ യേശു താഴേക്ക് നോക്കി അങ്ങ് പോയാൽ മതിയായിരുന്നു, മുകളിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഹൃദയങ്ങളുടെ സ്പന്ദനവും പൾസും ബീറ്റ്സും ചിന്തകളും ഭാവവും അറിയുന്ന ദൈവം. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും മുഖത്തേക്കാണ് നോക്കുന്നത്, പക്ഷേ യേശു നോക്കുന്നത് അകത്തേക്കാണ്. ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ തീവ്രമായി യേശുവിനെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹം. ഒരു രോഗം മാറുക മാത്രമല്ല എൻ്റെ വിഷയം, എൻ്റെ പ്രശ്നങ്ങളെ വിടുതലല്ല എൻ്റെ വിഷയം. അതിനേക്കാൾ ഉപരിയായി എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചങ്ക് പിളർന്ന് മരിച്ച യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കർത്താവ് എത്ര ഉയരത്തിലാണെങ്കിലും എത്ര ആഴത്തിലാണെങ്കിലും കണ്ടിരിക്കും. മനസ്സിലായവർ കൈകളെ തട്ടി ഈ നല്ല യേശുവിന് നന്ദി പറഞ്ഞ് കൈയടിച്ചാൽ, ശക്തിയോടെ കൈയടിച്ച് ഹല്ലേലൂയ പറയാം. യേശു ആ മനുഷ്യനെ മുകളിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ്. ഒന്നിച്ച് നടന്നു, അവൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവസാനം പറഞ്ഞത് 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട്, ജീസസ് said to him, today salvation has come to this house because this man too is a son of Abraham. പറഞ്ഞത്, രക്ഷ ഇന്ന് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന കാരണം അവനും അബ്രഹാമിൻ്റെ സന്തതിയല്ലോ. എങ്ങനെയാണ് രക്ഷ വന്നത്? ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? വീടൊന്ന് ഗതി പിടിച്ചിരുന്നെങ്കിൽ, ഈ അവസ്ഥ ഒന്ന് മാറിയിരുന്നെങ്കിൽ. ചില സ്ത്രീകൾ പറയാറുണ്ട്, വിവാഹം ചെയ്ത് ഈ വീട്ടിൽ വന്ന സമയം മുതൽ ഈ വീടിൻ്റെ ഗതി ഇതാണ്. ഒത്തിരിയൊക്കെ നോമ്പ് നോറ്റിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് ചെയ്തിട്ടും ഒന്നും വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. യേശു പറഞ്ഞത്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എങ്ങനെയാണ് വന്നത്? വീട് പുതുക്കി പണിതോ?
ഒരു നില കൂടി വെച്ചോ? അവിടെ നിന്ന് ആരെങ്കിലും ഗൾഫിൽ പോയോ? ഇല്ല. എങ്ങനെയാ രക്ഷ വന്നത്? യേശു ആ വീട്ടിൽ കാൽ ചവിട്ടിയപ്പോൾ രക്ഷ ആ വീട്ടിൽ വന്നു. സദസ്സിനോട് ചോദിക്കുന്നു, എപ്പോഴാ രക്ഷ ഒരു വീട്ടിൽ വരുന്നത്? എപ്പോഴാ രക്ഷപ്പെടുന്നത് ഒരു വീട്? യേശു വീട്ടിൽ കയറുമ്പോൾ. അപ്പോൾ ഒരു സംശയം, ബ്രദറെ, യേശു മരിച്ചു പോയില്ലേ? കാൽവരി കുരിശിൽ മരിച്ചു, പിന്നെ ഉയർത്തെന്നിട്ട് എവിടെ പോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വീട്ടിൽ വരുന്നത്? യേശുവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ വച്ച്, യേശു നിത്യനായ ദൈവമാണ്, ശരീരത്തോടെ ഈ ഭൂമിയിൽ വന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. ജീവിച്ചിരുന്ന സമയത്തെല്ലാം എല്ലാവർക്കും നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവസ്നേഹം എന്താണ്, എല്ലാവർക്കും പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത ശേഷം യേശു താൻ വന്നത് എവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് താൻ തിരിച്ചുപോയി. പക്ഷേ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്നവരെ കർത്താവ് ഈ സമയത്ത് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, സകല രോഗങ്ങൾക്കും സകല വ്യാധികൾക്കും ഒരു വലിയ വിടുതൽ നൽകുവാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. ഞാനിത് പറയുന്ന സമയത്ത് പല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്തു. അവസാനം മരുന്നുകൾ പലതും ട്രൈ ചെയ്ത് മടുത്തു. ഇനി ദൈവം സൗഖ്യമാക്കണമെങ്കിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് ഇന്ന് അവരെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ വലിയ സൗഖ്യം അവരിൽ നടക്കട്ടെ. അതിൽ ഒരു വ്യക്തി, പല രോഗങ്ങളുണ്ട്, അതിലൊരു വ്യക്തി തലയ്ക്കകത്ത് എന്തോ ഇങ്ങനെ കുത്തി ഇറക്കുന്നത് പോലെ, എന്തോ ഇങ്ങനെ കുത്തുന്നത് പോലെ ഒരു അനുഭവമുള്ള ഒരു വ്യക്തി തൽക്ഷണം വിടുതൽ പ്രാപിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ. മറ്റൊരു വ്യക്തി വയറിനകത്താണ് അസ്വസ്ഥത. സ്കാൻ ചെയ്തു, പലതും ചെയ്തു, പക്ഷെ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പല ഡോക്ടേഴ്സും പറഞ്ഞു നിങ്ങൾക്ക് ഒരു രോഗമില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഷോൾഡർ പെയിൻ മാറിപ്പോകട്ടെ. ഹാർട്ട് ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ ഒരു വല്ലാത്ത രീതിയിൽ അലർജിയോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവർ സ്വതന്ത്രമാകട്ടെ. താങ്ക് യു ലോർഡ്. അല്ല, ബ്ലീഡിംഗ് ഉള്ള ചില സഹോദരിമാർ, യൂട്രസിനകത്തുള്ള പ്രയാസങ്ങൾ നിമിത്തം ബ്ലീഡിങ്, അനാവശ്യമായ ബ്ലീഡിങ്, യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ കാലിൽ നീര് കെട്ടിക്കിടക്കുന്ന ചില വ്യക്തികൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം പനി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപൂർവ രോഗങ്ങൾ മാറിപ്പോകട്ടെ. മാനസികമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് പലരെയും സ്പർശിക്കുകയും എന്തോ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ആരോ സ്പർശിക്കുന്നത് പോലെയോ എന്തോ ഒരു ശക്തി പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതൊരു പെർമനൻറ്റ് ഹീലിംഗ് ആയി മാറട്ടെ. അതുപോലെ പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് പല പ്രാവശ്യം നിർത്തി നോക്കി, പക്ഷേ വീണ്ടും അതിലേക്ക് തിരിഞ്ഞുപോയി. എന്നാൽ ഇന്ന് പരിപൂർണമായി അതിൽ നിന്നും മുറിച്ച് കർത്താവ് പുറത്തെടുക്കുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. മദ്യപാനത്തിന് അടിമകളായ
ചില വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കുന്നു. ചില പറയുന്നത് എനിക്കങ്ങനെ അഡിക്ഷനൊന്നുമില്ല, പക്ഷേ കഴിക്കുന്നുണ്ട്. കർത്താവ് അത് വെറുക്കുന്നത് കൊണ്ട് പൂർണ്ണമായും അതിനെ ഉപേക്ഷിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം, സ്മോക്കിംഗ് തുടങ്ങിയ സകലവും പൂർണ്ണമായും വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ ഇന്ന് തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. ഇനി നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഒരു വലിയ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ഒരു വലിയ വിടുതൽ കർത്താവെ ഓരോ വിഷയത്തിലും കർത്താവ് കൽപ്പിക്കണമേ. വിവാഹം നടന്നിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി, ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങളും അതുപോലെ സന്ദേശങ്ങളുടെ CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.